ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് നോക്കുന്നത് സിഒയുടെ മോഡ്യൂൾ 1-ലുള്ള പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് കുറച്ചൊരു ലെങ്തി ടോപ്പിക് ആണ്. അപ്പൊ നമ്മളത് രണ്ട് പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് യൂസിങ് RISC-V അസംബ്ലി ലാംഗ്വേജ്. ഓക്കെ, അപ്പൊ നമ്മളത് പാർട്ട് 1 ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജസ് നിങ്ങൾ പല ലാംഗ്വേജസ് പഠിച്ചിട്ടുണ്ട്. CPP, ജാവ പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, പൈത്തോൺ ഒക്കെ. അപ്പം അതിനകത്ത് വരുന്ന ചില കൺസ്ട്രക്ട്സ് നമ്മൾ അസംബ്ലി ലാംഗ്വേജ്, അതായത് നമ്മൾ പഠിക്കുന്നത് RISC-V അസംബ്ലി ലാംഗ്വേജ് ആണ്. സോ ആ RISC-V കോഡിനകത്തും നമ്മൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം അതിൽ വരുന്ന ലൂപ്സ്, അതുപോലെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്, അറേസ്, ഫംഗ്ഷൻ കോൾസ്, ഇതൊക്കെ നമ്മൾ മറ്റ് ഹൈ ലെവൽ ലാംഗ്വേജസിലുള്ളതാണ്. അപ്പൊ അത് നമുക്ക് ഈ ഒരു ലാംഗ്വേജിനകത്ത് നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പം നമുക്കതിന് ആദ്യം കോൺസെപ്റ്റ്സ് നമ്മൾ പറയുന്നതിന് മുമ്പ് നമുക്കതിനെ കുറച്ച് ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇപ്പൊ ഡിസൈൻ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഡിസൈൻ പ്രിൻസിപ്പിൾ റെഗുലാരിറ്റി സപ്പോർട്ട്സ് സിംപ്ലിസിറ്റി. ഓക്കെ, റെഗുലാരിറ്റി സപ്പോർട്ട് സിംപ്ലിസിറ്റി. അപ്പോ നമ്മൾക്ക് ഈ ഒരു RISC-V അസംബ്ലി ലാംഗ്വേജ് നമ്മൾ എഴുതുന്ന സമയത്ത് എപ്പോഴും ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ഹൈ ലെവൽ കോഡിൽ നമ്മൾ A=B-C എന്ന് നമ്മൾ കൊടുക്കുന്നതിന് പകരം ഇവിടെ നമുക്ക് ജസ്റ്റ് സബ് A,B,C ഇത്രേ ആവശ്യമുള്ളൂ. ഈ A എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ, ബിയും സിയും അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറൻസ്. ഓക്കെ, അതുപോലെ അഡീഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ആഡ് A,B,C. ഓക്കെ, അപ്പോ ഇതിൽ ആഡ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സബ് എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജിൽ എഴുതുന്ന ഇൻസ്ട്രക്ഷൻ ആണ്. ഓക്കെ, ആഡ്, സബ് എന്നൊക്കെ പറയുന്നത് അസംബ്ലി ലാംഗ്വേജിൽ എഴുതുന്ന ഇൻസ്ട്രക്ഷൻ ആണ്. ആ അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷനെ നമ്മൾ എന്താ പറയുക? നിമോണിക് എന്നാണ് പറയുക. ഓക്കെ, ആ നിമോണിക് ഓപ്പറേഷൻ ആണ് എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഓപ്പറൻസ് കൊണ്ട് എന്ത് നമ്മൾ പെർഫോം ചെയ്യണം, ഏത് ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യണം എന്ന് പറയുന്നത് ഈ ഒരു നിമോണിക് കോഡാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് നിമോണിക് കോഡ്സ് ഉണ്ട്. ഓക്കെ, എന്ത് ഓപ്പറേഷൻ ആണ് ബിയും സിയും. അപ്പൊ ഇതിലൊരു നമുക്കൊരു ഫോർമാറ്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും. നമ്മളുടെ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യുന്നത് ഈ ആദ്യം, അതിനുശേഷം വരുന്ന രണ്ട് ഓപ്പറൻസ് നമ്മുടെ ഇൻപുട്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ B, C എന്ന് പറയുന്നത് ഇൻപുട്സ് ആണ്. ആ ബിയും സിയും കൂടിയിട്ട് സബ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ഓപ്പറേഷൻ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് A എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിലേക്ക് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ബിനെയും സിനെയും എന്ത് പറയും? സോഴ്സ് ഓപ്പറൻസ് എന്ന് പറയും. ഓക്കെ, B and C are called source operants. Then A is the destination operand. Okay, അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് രജിസ്റ്റേഴ്സ് ആയിരിക്കും വേരിയബിൾസിനൊക്കെ പകരം. അപ്പോൾ രണ്ട് സോഴ്സ് രജിസ്റ്റേഴ്സും ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും നമുക്ക് അസംബ്ലി ലാംഗ്വേജിനകത്ത് വരും. ഓക്കെ, അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾക്കിപ്പോ 3 വേരിയബിൾസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്, രണ്ട് സോഴ്സ് രജിസ്റ്ററും ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും. അപ്പം ഇങ്ങനെയുള്ള ഓപ്പറേഷൻസിനൊക്കെ, ഈ ജനറൽ ഓപ്പറേഷൻസിനൊക്കെ ഈ ഒരു ഫോർമാറ്റ് തന്നെയായിരിക്കും എപ്പോഴും ഫോളോ ചെയ്ത് വരുന്നത്, രണ്ട് സോഴ്സസും ഒരു ഡെസ്റ്റിനേഷൻ. ഓക്കെ, സോ അതാണ് ആദ്യത്തെ ഡിസൈൻ പ്രിൻസിപ്പിൾ, റെഗുലാരിറ്റി സപ്പോർട്ട്സ് സിംപ്ലിസിറ്റി. ഓക്കെ, ഡിസൈൻ പ്രിൻസിപ്പിൾ ആണ് മേക്ക് ദ കോമൺ കേസ് ഫാസ്റ്റ്. ഓക്കെ, മേക്ക് ദ കോമൺ കേസ് ഫാസ്റ്റ്. അപ്പം നമുക്ക് ഒരു കോഡ് നിങ്ങൾക്ക് ഹൈ ലെവൽ കോഡിലാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ കാണുന്നു A=B+C-D. നമ്മൾ ഇങ്ങനെ ഒരൊറ്റ ഇൻസ്ട്രക്ഷനിൽ നമ്മളുടെ ഈ ഒരു രണ്ട് ഓപ്പറേഷൻ ആണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ ഒരു അഡീഷൻ ചെയ്യുന്നുണ്ട്, ഒരു സബ്ട്രാക്ഷൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ നമ്മളിവിടെ കാര്യങ്ങൾ കഴിഞ്ഞു. ഓക്കെ, മൾട്ടിപ്പിൾ ലൈൻസ് കൊടുക്കുന്നതിന് പകരം സിംഗിൾ ലൈൻ കമന്റ് ആയിട്ട് തന്നെ, സിംഗിൾ ലൈൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ നമ്മൾ ഹൈ ലെവൽ കോഡിൽ ചെയ്തു. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അസംബ്ലിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് റെഗുലാരിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലേ? അപ്പൊ ആ ഒരു ഇതിൽ വരാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കോംപ്ലക്സ് കോഡിനെ നമ്മൾ കോമൺ കേസസ് ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഓപ്പറേഷനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് B+C എന്ന് പറയുന്നത് നേരിട്ട് എയിലേക്കല്ല സ്റ്റോർ ചെയ്യുക. ഈ B+C എന്ന് പറയുന്നത് ഒരു ടെമ്പററി വേരിയബിളിലേക്ക് നമ്മൾ ആദ്യം സ്റ്റോർ ചെയ്യണം. ഓക്കെ, സോ ആഡ് B+C will be stored to a temporary variable T. ഓക്കെ, ദെൻ അതിനുശേഷം T-D നെയാണ് നമ്മൾ എയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. സോ സബ് T,D. അപ്പൊ ഇതിന്റെ മീനിങ് A=T-D. അപ്പൊ അങ്ങനെ നമ്മൾ കോമൺ കേസസ് കുറച്ചും കൂടി ഫാസ്റ്റ്, സിംപ്ലർ ആക്കാനും വേണ്ടിയിട്ട് കോംപ്ലക്സ് കോഡ്സിന് നമ്മൾ സിംപ്ലർ കോഡ്സ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഇവിടെ മേക്ക് ദ കോമൺ കേസ് ഫാസ്റ്റ്. ഓക്കെ, കോമൺലി യൂസ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള കോഡിനെ നമ്മൾ കുറച്ച് സിംപ്ലിഫൈ ചെയ്തെടുത്തു. ഓക്കെ.
ഇനി നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിപ്പം സബ് അല്ലെങ്കിൽ ആഡ് എന്ന് പറയുന്ന നിമോണിക് വരും. അതിന് ശേഷം നമ്മളിപ്പോ ABC എന്നൊക്കെ എഴുതി അല്ലെ. അപ്പം ABC എന്നെല്ലാം എഴുതി. അതിൽ നമുക്ക് വേരിയബിൾസ്, കോൺസ്റ്റൻസ്, മെമ്മറി എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്താന്നുള്ളതാണ് നമ്മളിതിന് പറയുന്നത്. ഓക്കെ, അപ്പം ഇൻസ്ട്രക്ഷൻ എപ്പോഴും നമുക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് ഓപ്പറൻസ് വേണം. ഈ ഓപ്പറൻസ് ആണ് ഈ ABC എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ എല്ലാ വേരിയബിൾസിനെയും നമ്മൾക്ക് ഓപ്പറൻസ് എന്ന് പറയാം. ഈ ഒരു ഓപ്പറേഷൻ ആയിട്ടുള്ള ഈ ഒരു ഓപ്പറേഷൻ, ഇതാണ് നിമോണിക് കോഡിനെയാണ് നമ്മൾ ഓപ്പറേഷൻ എന്ന് പറയാം. ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വരുന്ന എല്ലാ വേരിയബിൾസിനെയും നമുക്ക് ഓപ്പറൻസ് എന്ന് പറയാം. ഓക്കെ, ഇതിൽ ഇനി ഓപ്പറൻസ് ആയിട്ട് എന്തൊക്കെ വരാം? ഓക്കെ, ഓപ്പറൻസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ കൊടുക്കാം? ഒന്ന്, നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ ഈ വേരിയബിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു അസംബ്ലി കോഡിൽ നമ്മൾ ചെയ്യുന്നത് രജിസ്റ്റേഴ്സ് തമ്മിലുള്ള ഓപ്പറേഷൻസ് ആയിട്ടാണ്. ഓക്കെ, സോ ഇപ്പം ഒരു രജിസ്റ്റർ, മൂന്ന് രജിസ്റ്റർ ഉണ്ട്. രണ്ട് രജിസ്റ്ററിലെ വാല്യൂ തമ്മിൽ ആഡ് ചെയ്തിട്ട് മൂന്നാമത്തെ ഒരു രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, അങ്ങനെ. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ കോൺസ്റ്റൻസിനെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഓപ്പറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഈ ഒരു ഓപ്പറൻഡ് എന്ന് പറയുന്നത് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും, അതല്ലെങ്കിൽ നമ്മൾക്ക് മെയിൻ മെമ്മറിയിൽ, ഓക്കെ, അപ്പൊ മെമ്മറിയിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, രജിസ്റ്റേഴ്സ് ഓപ്പറൻസ് ക്യാൻ ബി സ്റ്റോർഡ് either in register or memory. അതല്ലെങ്കിൽ അത് സ്വയം ഒരു കോൺസ്റ്റന്റ് തന്നെ ആവാം. ഓക്കെ, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓപ്പറൻസ് എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കാം, അതല്ലെങ്കിൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി രജിസ്റ്റേഴ്സിന്റെ കാര്യം നമുക്ക് പറയാനാണെങ്കിൽ നമ്മൾ ഡിസൈൻ പ്രിൻസിപ്പിൾ 3 ആണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്മോളർ ഇസ് ഫാസ്റ്റർ. ഓക്കെ, എപ്പോഴും ചെറുത് സ്മോളർ ഇസ് ഫാസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മുടെ പ്രോസസ്സറിന് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസും കുറച്ച് വേരിയബിൾസും ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മളൊരു കോഡിനകത്ത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഹൈ ലെവൽ കോഡിൽ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഫോർ ലൂപ്പിനകത്ത് നിങ്ങൾ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ A = B + C ആണ്. ഇതിൽ നിങ്ങൾ ഈ എയും ബിയും സിയും ഒരു ലൂപ്പിൽ ഫോർ ലൂപ്പ് 100 ടൈംസ് ആണ് ആ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇതൊരു 100 ടൈംസ് നിങ്ങൾക്ക് ഈ ഒരു വേരിയബിൾസ് ABC നിങ്ങൾക്ക് ആവശ്യമായിക്കൊണ്ടേയിരിക്കും. ആ ഒരു വേരിയബിൾ ഓരോ എക്സിക്യൂഷൻ കഴിയുമ്പോഴും ഇരിക്കുന്നത് മെമ്മറിയിലാണെങ്കിൽ അവിടെ പോയി ഈ പ്രോസസ്സറിന് എടുത്തു വരിക എന്ന് പറയുമ്പോൾ കുറച്ചത് ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. സോ പ്രോസസ്സറിന് ഏറ്റവും എളുപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ ഈസിലി എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള ഓപ്പറൻസിനെ എല്ലാം അതിന്റെ ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്നത് പോലെ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ എവിടെയെങ്കിലും മെമ്മറിക്കകത്ത് പോയി കിടക്കുന്നതാണെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതിലേക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ സമയം എടുക്കുന്നു. അപ്പൊ അതിനു വേണ്ടി നമ്മൾ അത് കൂടുതൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും അടുത്ത് വെക്കും. അപ്പൊ പ്രോസസ്സറിന് ഏറ്റവും സ്പീഡിൽ ആക്സസ് ചെയ്യുന്നത് എവിടെയാണ്? രജിസ്റ്റേഴ്സ് ആണ് ഏറ്റവും അടുത്ത്. ഓക്കെ, അപ്പൊ നമ്മളുടെ RISC-V ആർക്കിടെക്ചർ നമ്മൾ പഠിക്കുന്നത് RISC-V ആർക്കിടെക്ചർ ആണ്. അപ്പൊ RISC-V ആർക്കിടെക്ചറിൽ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 32 എണ്ണാണുള്ളത്. 32 രജിസ്റ്റേഴ്സ്. ഈ 32 രജിസ്റ്റേഴ്സിനകത്തായിരിക്കും ഈ ഓപ്പറൻസിൽ ഏതെങ്കിലും വാല്യൂസ് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതായത് ഈ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഓപ്പറൻസും രജിസ്റ്റേഴ്സിൽ വെച്ചിട്ടായിരിക്കും പ്രോസസ്സർ പ്രോസസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രോസസ്സർ 32 രജിസ്റ്റേഴ്സ് ആണുള്ളത്. ഓക്കെ, 32 രജിസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഇതിനെ നമുക്ക് രജിസ്റ്റർ ഫയൽ എന്ന് പറയാം. ഓക്കെ, അപ്പം എപ്പോഴും അടുത്ത് സ്മോളർ രജിസ്റ്ററിന്റെ സൈസ് എന്ന് പറയുകയാണെങ്കിൽ വളരെ കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ. നമ്മളുടെ മെമ്മറി പോലെ വളരെ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇതല്ല ഈ രജിസ്റ്റർ എന്ന് പറയുന്നത്. ആ ഒരു സമയത്തേക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെറിയൊരു സ്പേസ് ആണ് അത് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം സ്പേസ് ചെറുതാണെങ്കിലും പ്രോസസ്സറിന് ഏറ്റവും കൂടുതലായിട്ട് പെട്ടെന്ന് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, സ്മോളർ ഇസ് ഫാസ്റ്റർ. ഓക്കെ, ഇനി ഇതാണ് നമ്മളുടെ 32 രജിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോ ഓരോ രജിസ്റ്ററിന് ഓരോ പേരുണ്ട്. ഇതിൽ ആദ്യത്തേത് 0 രജിസ്റ്റർ ആണ്. ഈ ഒരു ഓർഡർ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു ഓർഡർ, ഇതിന്റെ ഈ ഒരു രജിസ്റ്ററിന്റെ പേരും ഈ ഒരു രജിസ്റ്ററിന്റെ വാല്യൂ, രജിസ്റ്റർ നമ്പറും. ഓക്കെ, കാരണം നമുക്ക് മെഷീൻ ലാംഗ്വേജിലേക്ക് നമ്മൾ ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രജിസ്റ്റർ നമ്പേഴ്സ് കൃത്യമായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത് കൺവേർഷൻ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ ഓരോ വാല്യൂ മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ മെഷീൻ ലാംഗ്വേജിൽ നിങ്ങൾ കോഡ് കൺവേർട്ട് ചെയ്യുന്നത് മാറിപ്പോകും. സോ ഇവിടെ നിങ്ങൾ ഇത്
വൃത്തിയായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. രജിസ്റ്റർ സെറ്റ് ഏതൊക്കെയാണ്, ഏതൊക്കെ രജിസ്റ്റർ ആണ്, ഏതൊക്കെ രജിസ്റ്റർ നമ്പർ ആണ് എന്നുള്ളത് പഠിക്കണം. ഓക്കെ, സീറോ രജിസ്റ്ററിനകത്ത് എപ്പോഴും സീറോ എന്ന് പറയുന്ന വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. സീറോ രജിസ്റ്ററിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് x0 or 0. ഓക്കെ, then registers S0 x1 എന്ന് പറയുന്നത് റിട്ടേൺ അഡ്രസ് ആണ്, നമ്മളത് പറയുന്നുണ്ട്. റിട്ടേൺ അഡ്രസ് രജിസ്റ്റർ. x2 എന്ന് പറയുന്നത് സ്റ്റാക്ക് പോയിന്റ് രജിസ്റ്റർ ആണ്. x3 എന്ന് പറയുന്നത് ഗ്ലോബൽ പോയിന്റർ. x4 എന്ന് പറയുന്നത് ത്രെഡ് പോയിന്റർ. ഓക്കെ, അപ്പം ഇത്രയും ഓർത്ത് വെക്കുക. അതിനുശേഷം നമ്മളുടെ ഈ S0 മുതൽ വരുന്ന രജിസ്റ്ററും T0 മുതൽ വരുന്ന രജിസ്റ്ററും കറക്റ്റ് നമ്പർ ഓർത്ത് വെക്കണം കേട്ടോ. T0 to T2, T0, T1, T2 എന്ന് പറയുന്നത് x5, x6, x7. ഓക്കെ, T0, T1, T2 is x5, x6, x7. ഇത് മൂന്നെണ്ണം ടെമ്പററി രജിസ്റ്റേഴ്സ് ആണ്. അതിനുശേഷം വരുന്നതാണ് S0 രജിസ്റ്റർ. S0 രജിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് x8ൽ നിന്നാണ്. ഓക്കെ, ആ S0 രജിസ്റ്റർ ഒന്നുമില്ലെങ്കിൽ അത് S0 രജിസ്റ്റർ ആവും, അതല്ലെങ്കിൽ ഒരു ഫ്രെയിം പോയിന്റർ ആയിട്ടും അത് യൂസ് ചെയ്യും. ഓക്കെ, S0 രജിസ്റ്റർ എന്ന് പറയുന്നത് x8 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. S1 എന്ന് പറയുന്നത് x9 ആണ്, അതും സേവ്ഡ് രജിസ്റ്റർ ആണ്. ഓക്കെ, വേരിയബിൾസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്റർ ആണ്, സേവ്ഡ് രജിസ്റ്റർ ആണ്. ദെൻ A0 to A1 എന്ന് പറയുന്നത് x10 to x11. then A2 to A7 എന്ന് പറയുന്നത് x12 to x17. ഇനി ഇവിടെ ഇത് ഓർത്തു വെക്കുക, S2 to S11. S2 to S11 എന്ന് പറയുന്നത് x18 to x27 ആണ്, സേവ്ഡ് രജിസ്റ്റേഴ്സ് ആണ്. ഏറ്റവും ലാസ്റ്റ് വീണ്ടും ടെമ്പററി രജിസ്റ്റേഴ്സ് T3 to T6 എന്ന് പറയുന്നത് x28 to x31. സോ x0 എന്ന് തുടങ്ങി x31 വരെ ടോട്ടൽ 32 രജിസ്റ്റർ സെറ്റ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പം ഇതിൽ എന്തൊക്കെയാണ് രജിസ്റ്റർ വാല്യൂസ്, രജിസ്റ്റർ നെയിംസ് പഠിച്ചു വെക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് വരും. ഓക്കെ, ഇത് RISC-V രജിസ്റ്റർ സെറ്റ് തന്നെയാണ് 32 രജിസ്റ്റർ സെറ്റ്. ഓക്കെ, 32 ബിറ്റ് ആർക്കിടെക്ചർ ആണ്. അതിൽ 32 നമ്പർ ഓഫ് രജിസ്റ്റർ സെറ്റുമാണ് ഉള്ളത്. ഇത് ഒരിക്കലും മറന്നു പോകരുത്. RISC-V is 32 ബിറ്റ് ആർക്കിടെക്ചർ. അതുപോലെ RISC-V എന്ന് പറയുന്നതിന് 32 ബിറ്റ് രജിസ്റ്റർ സെറ്റ് ഉണ്ട്. ഓക്കെ, 32 നമ്പർ ഓഫ് രജിസ്റ്റർ സെറ്റ്സ് ഉണ്ട്. ഓക്കെ, സ്മോളർ ഇസ് ഫാസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ രജിസ്റ്റേഴ്സ്, ഇപ്പൊ നമ്മൾ സ്മോളർ ഇസ് ഫാസ്റ്റർ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തത് എന്തായിരുന്നു, A equal to B plus C, അതിനെ നമ്മൾ ആഡ് S0, S1, S2 എന്ന് കൊടുത്തു. ഓക്കെ, ഈ S0, S1, S2 എന്ന് പറയുന്നത് മൂന്ന് സേവ്ഡ് രജിസ്റ്റേഴ്സ് ആണ്. ഈ സേവ്ഡ് രജിസ്റ്റർ S0 എന്ന് പറയുന്നത് വേരിയബിൾ എനെ ഡിനോട്ട് ചെയ്യുന്നു, S1 എന്ന് പറയുന്നത് വേരിയബിൾ ബിനെ ഡിനോട്ട് ചെയ്യുന്നു, S2 എന്ന് പറയുന്നത് വേരിയബിൾ സിനെ ഡിനോട്ട് ചെയ്യുന്നു. ഇത് മൂന്നും രജിസ്റ്റേഴ്സ് ആണ്, S0, S1, S2. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ വേരിയബിൾസ് യൂസ് ചെയ്യുന്നതിന് പകരം നേരെ RISC-V എങ്ങനെയാ പറയുന്നത്, യൂസിങ് രജിസ്റ്റേഴ്സ്. ആഡ് S0, S1, S2. അപ്പൊ S1ലുള്ള ബിയും S2ലുള്ള സിയും കൂടി ആഡ് ചെയ്തിട്ട് അതായത് S0ലുള്ള വേരിയബിൾ എയിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അതാണ് ഇത് മീൻ ചെയ്യുന്നത്. ഇനിയിപ്പോ ഈ ഒരു കോഡാണെങ്കിലോ, A equal to B plus C minus C ആണെങ്കിലോ, ഇവിടെ ഓരോ വേരിയബിളിനും നമ്മൾ ഓരോ രജിസ്റ്റർ കൊടുക്കണം. ഓക്കെ, എക്ക് S0, ബിക്ക് S1, സിക്ക് S2, ഡിക്ക് S3. അതുപോലെ തന്നെ ഇത് നമ്മളൊരു ഇന്റർമീഡിയറ്റ് വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, T എന്ന് പറയുന്ന ടെമ്പററി വാല്യൂ. ആ T എന്ന് പറയുന്ന ടെമ്പററി വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി T0 എന്ന് പറയുന്ന രജിസ്റ്റർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ആഡ് T0, S1, S2 എന്ന് പറയുമ്പോൾ T equal to B plus C, സബ് T minus T. Question ആണ്, translate the following high level code into RISC-V assembly language. Assume variables A to C are held in registers S0 to S2 and F to J are held in S3 to S7. Okay, അപ്പോൾ നമുക്ക് രണ്ട് ഹൈ ലെവൽ കോഡ് തന്നിട്ടുണ്ട്. A equal to B minus C, F is equal to G plus H minus I plus J. അപ്പോൾ ഈ കോഡിനെ RISC-V അസംബ്ലി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് വേരിയബിൾസ് A തൊട്ട് C വരെ, അതായത് ഇതിലുള്ള A, B, C എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ് S0 മുതൽ S2 വരെ ഉള്ളതിലും, അതുപോലെ F മുതൽ J വരെ F, G, H, I, J എന്ന് പറയുന്ന ഈ വേരിയബിൾസ് ഉള്ളത് S3 മുതൽ S7 വരെയുള്ള രജിസ്റ്റേഴ്സിലുമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഒന്ന് കൺവേർട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇതാണ് അതിന്റെ സൊല്യൂഷൻ. ഇത് ഈസിയാണ് നമുക്ക് RISC-Vലേക്ക് മാറ്റുമ്പോൾ. ഓക്കെ, ഇപ്പം വേരിയബിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. S0ലാണ് A ഉള്ളത്, S1ലാണ് B ഉള്ളത്, അങ്ങനെ S7ലാണ് J വരെ ഉള്ളത്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ആദ്യം A equal to B minus C അല്ലെ. സോ സബ് S0, S1, S2,
ദെൻ അടുത്തത് എഫ് ഇസ് ഈക്വൽ ടു ജി പ്ലസ് എച്ച് മൈനസ് ഐ പ്ലസ് ജെ ആണ്. അതിൽ നമ്മൾ ആദ്യം ജി പ്ലസ് എച്ച് ചെയ്യണം, അതിനുശേഷം നമ്മൾ ഐ പ്ലസ് ജെ ചെയ്യണം, അതിനുശേഷമാണ് നമ്മൾ ഇതിന്ന് ഇത് മൈനസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ജി പ്ലസ് എച്ച് എന്ന് പറയുന്നത് ഒരു ടെമ്പററി രജിസ്റ്റർ ആയിട്ടുള്ള T0യിലേക്കും അതുപോലെ ഐ പ്ലസ് ജെ എന്ന് പറയുന്നത് ഒരു ടെമ്പററി രജിസ്റ്റർ ആയിട്ടുള്ള T1ലേക്കും മാറ്റുന്നു. ഓക്കെ, സോ ആഡ് T0 S4 S5, add T1 S6 S7, then അതിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ട് S3 എന്ന് പറയുന്ന രജിസ്റ്റർ, എഫ് ഇരിക്കുന്നത് S3യിലാണ് അല്ലെ, എഫ് ഇരിക്കുന്നത് S3യിലാണ്. സോ സബ് S3 T0 T1. ഓക്കെ, അപ്പൊ അതില് നമുക്ക് ആദ്യം കാണുന്നത് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും ദെൻ ലാസ്റ്റ് കാണുന്ന രണ്ടെണ്ണം സോഴ്സ് രജിസ്റ്റർ. ഇത് സോഴ്സും ഇത് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും ആണ്. അപ്പം ഇവിടെ അതിന്റെ ഓപ്പറേഷൻ ചെയ്തിട്ട് ഈ ഭാഗം അതിന്റെ ഓപ്പറേഷൻ ചെയ്തിട്ട് അതിന്റെ ആൻസർ നമുക്ക് പോകുന്നത് ഈ ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്കായിരിക്കും. അത് ഓർമ്മ വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് കോൺസ്റ്റൻസ് ഓഫ് ഇമ്മീഡിയറ്റ്സ്. ഓക്കെ, അപ്പം നമുക്ക് RISC-5-നകത്ത് കോൺസ്റ്റന്റ് വാല്യൂസിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ കോൺസ്റ്റൻസിനെ നമ്മൾ ഇതിനകത്ത് ഇമ്മീഡിയറ്റ് എന്നാണ് പറയുന്നത്, ഇമ്മീഡിയറ്റ് ഓപ്പറൻസ് എന്ന് പറയും. ഓക്കെ, എന്തുകൊണ്ടാണ് അതിനെ ഇമ്മീഡിയറ്റ് ഓപ്പറൻസ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ആഡ് S3 S2 5. ഓക്കെ, ഇതാണ് ഒരു ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇതില് 5 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, 5 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. S3 S2 എന്ന് പറയുന്നത് രണ്ട് രജിസ്റ്റേഴ്സ് ആണ്. ഇനി S2 എന്ന് പറയുന്ന രജിസ്റ്ററിലെ വാല്യൂ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആ രജിസ്റ്ററിൽ പോയാൽ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ 5 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു വാല്യൂ അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇതിന് നമുക്ക് ആ ഒരു വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് വേറൊരു രജിസ്റ്ററിലേക്കോ മെമ്മറിയിലേക്കോ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ കോൺസ്റ്റൻസിനെ നമ്മൾ ഇമ്മീഡിയറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി കോൺസ്റ്റൻസിനെ നമുക്ക് എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം? ഡെസിമൽ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം, ഹെക്സാഡെസിമൽ ആയിട്ട് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം, ബൈനറി ആയിട്ട് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഹെക്സാഡെസിമലിലാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കോൺസ്റ്റന്റിന്റെ മുമ്പിൽ നമ്മൾ 0x എന്ന് പറയുന്ന ആ ഒരു പ്രിഫിക്സ് നമ്മൾ ചേർത്തണം. ഓക്കെ, അപ്പം ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആണെങ്കിൽ 0x ചേർത്തണം, അതല്ല ഒരു ബൈനറി വാല്യൂ ആണെങ്കിൽ 0b എന്ന് നമ്മൾ അതിന്റെ മുമ്പിൽ ചേർത്തും. ഓക്കെ, ഡെസിമൽ ആണെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഹെക്സാഡെസിമൽ 0x, ബൈനറി ആണെങ്കിൽ 0b. ഓക്കെ, ഇനി നമുക്ക് കോൺസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വാല്യൂസ് മാത്രമാണോ ഉണ്ടാവുക? അല്ല, നെഗറ്റീവ് വാല്യൂസും നമുക്ക് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ -5 ആണ് നമ്മുടെ കോൺസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈൻ എക്സ്റ്റൻഷൻ വേണം അല്ലെ. അവിടെ സൈൻ കൊടുക്കുന്നത് കൊണ്ട് സൈൻ എക്സ്റ്റൻഷൻ വേണം. സൈൻ എക്സ്റ്റൻഷൻ വേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 12-bit 2's complement നമ്പേഴ്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എങ്ങനെയാ 2's complement കാണാം? ഈ ഒരു 5 എന്ന് പറയുന്ന വാല്യൂന്റെ 12-bit ആണ് കേട്ടോ. സോ 5 എന്ന് പറയുന്ന വാല്യൂന്റെ ബൈനറി എടുക്കണം. ആ ബൈനറി എന്ന് പറയുന്നത് 12-bit ആയിട്ട് എഴുതണം. 12-bit ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ആദ്യത്തെ ഈ 5 എന്ന് പറയുന്ന വാല്യൂന്റെ മുൻപിലുള്ള 12 ബിറ്റ് ആവുന്നത് വരെ മുമ്പിലെല്ലാം നമ്മൾ 0 ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ 12-bit ആക്കി കഴിഞ്ഞിട്ട് അതിനെ +1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 12-bit ആഡ് ചെയ്തിട്ട് അതിനെ 12-bit ആക്കിയിട്ട് അതിനെ നമ്മൾ 1's complement എടുക്കണം. 1's complement എടുത്തതിന് ശേഷം +1 ചെയ്ത് കഴിഞ്ഞാൽ 2's complement കിട്ടും. ഓക്കെ, സോ ആ ഒരു 2's complement നമ്പർ ആയിരിക്കും നമ്മൾ നെഗറ്റീവ് വാല്യൂ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, 12-bit 2's complement നമ്പർ ആണ് നെഗറ്റീവ് കോൺസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ്, കോൺസ്റ്റന്റിനെ നമ്മൾ രജിസ്റ്ററിലേക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് S5 എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിലേക്ക്, ഈ ഒരു S5 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ഈ ഒരു 5 എന്ന് പറയുന്ന വാല്യൂനെ മാറ്റണം. ഓക്കെ, ആ ഒരു 5നെ മാറ്റണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് add i. ഓക്കെ, add i എന്ന് വെച്ച് കഴിഞ്ഞാൽ add immediate എന്നാണ് മീനിങ്, add immediate. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ഒരു S5ലേക്ക് ഈ ഒരു വാല്യൂനെ മാറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾസ് നോക്കുക. 109 എന്ന് പറയുന്ന വാല്യൂനെയാണ് എനിക്ക് S5ലേക്ക് മാറ്റേണ്ടത്. അതിന് വേണ്ടിയിട്ട് X0 എന്ന് പറയുന്ന രജിസ്റ്റർ ഏതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 0 രജിസ്റ്റർ ആണ് അല്ലെ. 0 രജിസ്റ്ററിന്റെ ഉള്ളിൽ എപ്പോഴും 0 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ ഇവിടെ add i, add ആണ് ചെയ്യുന്നത് i എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, 0 രജിസ്റ്ററിലുള്ള വാല്യൂ 0യും +109 എന്ന് പറയുന്ന ആ ഒരു
കോൺസ്റ്റന്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 109 തന്നെ കിട്ടുക അല്ലെ. ആ കിട്ടുന്ന വാല്യൂ ഏത് രജിസ്റ്ററിലേക്ക് ആഡ് ആവും? ഈ S5 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ആഡ് ആവും. ഓക്കെ, ആഡ് ഇമ്മീഡിയറ്റ് ആഡ് ഐ S5 ഏത് രജിസ്റ്ററിലേക്കാണോ, ഏതാണോ നമ്മുടെ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ അത് കൊടുക്കുക. അതിനുശേഷം സോഴ്സ് രജിസ്റ്റർ ആയിട്ട് x0 എന്ന് പറയുന്നത് 0 രജിസ്റ്റർ ആയതുകൊണ്ട് അതിന്റെ വാല്യൂ 0 ആണ്. 0ന്റെ കൂടെ 109 ആഡ് ആവുമ്പോൾ S5ലേക്ക് പോവും. ഓക്കെ, അതുപോലെ തന്നെ 0x6d ആണ് ഇതിന്റെ ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ. സെയിം അത് തന്നെയാണ്. x0 എന്ന് പറയുന്ന 0 രജിസ്റ്ററിന്റെ വാല്യൂ 0 പ്ലസ് 0x6d ചെയ്ത് കഴിയുമ്പോൾ അത് S5ലേക്ക് മാറും. അതിന്റെ സെയിം ബൈനറി വാല്യൂ ആണ് ഈ ഒരു 1101 എന്ന് പറയുന്നത്. 1101ന്റെ കൂടെ ഈ ഒരു x0 എന്ന് പറയുന്ന 0 രജിസ്റ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുമോ അതായിരിക്കും ഈ S5 എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്ക് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ ഇൻസ്ട്രക്ഷൻ ഫോമാറ്റ് ഇങ്ങനെയാണ് വരിക. ആഡ് ഐ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ, ദെൻ 0 രജിസ്റ്റർ, ദെൻ എന്ത് കോൺസ്റ്റന്റ് ആണോ നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആ ഒരു വാല്യൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് നെഗറ്റീവ് വാല്യൂ ആണ് തന്നിട്ടുള്ളത്, -5 ആണ് തന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ സബ് ഐ എന്ന് എഴുതരുത്. അവിടെ ആഡ് ഐ തന്നെയാണ് വരുന്നത്. ഓക്കെ, ആഡ് ഐ വരും. പക്ഷെ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2's കോംപ്ലിമെന്റ് നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്തതിന് ശേഷം 0 രജിസ്റ്ററിന്റെ കൂടെ ആഡ് ആക്കിയിട്ട് അതിനെ മാറ്റിയെടുക്കണം. ഓക്കെ, S5ലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പം എക്സാമ്പിൾസ് ആണിത്. a = a+4 ഇത് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കേണ്ടതാണ്. a = a+4. അപ്പം a+4 എന്ന് പറയുന്ന ആ ഒരു വാല്യൂനെ ഈ എയിലേക്കാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അതിന് എപ്പോ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ തന്നാലും നിങ്ങൾ അതിനെ ഏതെങ്കിലും ഒരു രജിസ്റ്ററിലേക്ക് ആദ്യം തന്നെ അസൈൻ ചെയ്യണം. ഓക്കെ, അപ്പൊ a b എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് ആണ് ഈ ഒരു കോഡിനകത്തുള്ളത്. ഈ ഒരു ഹൈ ലെവൽ കോഡിനകത്ത് രണ്ട് വേരിയബിൾസ് ആണ്, ഒന്ന് എയും ഒന്ന് ബിയും. ഓക്കെ, അപ്പൊ a എന്ന് പറയുന്നത് S0 എന്ന് പറയുന്ന രജിസ്റ്ററിലും b എന്ന് പറയുന്നത് S1 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്കുമായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആഡ് ഐ S0 S4. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? S0 എന്ന് പറയുന്ന വാല്യൂ a ആണ് അല്ലേ, ഏതാ a ആണ്. അപ്പൊ a പ്ലസ് 4 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് S0ലേക്ക് പോകും. S0 എന്ന് പറയുന്നത് വീണ്ടും a ആണ്. സോ ദിസ് മീൻസ് a = a+4. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് b = a-12. ഓക്കെ, b = a-12 ആണ്. അപ്പം അതിന് നമ്മൾ ചെയ്യുന്നത് അഡീഷൻ തന്നെയാണ് കേട്ടോ. ഇവിടെ സബ് ഐ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഇല്ല, ആഡ് ഐ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആഡ് ഐ b എന്ന് പറയുന്നത് ഏത് രജിസ്റ്ററിലാണ്? S1ലാണ് അല്ലെ. അപ്പൊ S1 ആണ് ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ. ദെൻ സോഴ്സ് രജിസ്റ്റർ ആയിട്ട് വരുന്നത് എയും പിന്നെ ഒരു -12 ആണ്. ഓക്കെ, എയും -12. അപ്പൊ a എന്ന് പറയുന്നത് S0 ആണ്, S0 -12. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? b = a-12 കിട്ടും. ഓക്കെ, ഇനി ഇമ്മീഡിയറ്റ്സിനെ നമ്മൾ എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാൻ പഠിച്ചത് ഇപ്പം ആഡ് ഐ യൂസ് ചെയ്തിട്ട്. ഇപ്പൊ എക്സാമ്പിൾസ് ആണിത്. i = 0. i = 0 എന്ന് പറയുന്ന ആ ഒരു വാല്യൂനെ ഏത് രജിസ്റ്ററിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഇനീഷ്യലൈസ് ചെയ്യണം. ഏതൊക്കെയാണ് രജിസ്റ്റേഴ്സ് എന്നുള്ളത്? ഐയും എക്സും വൈയും ആണ് 3 വേരിയബിൾസ് അല്ലെ. i x y ആണ് 3 വേരിയബിൾസ്. i എന്ന് പറയുന്നത് ഇപ്പോ ഇവിടെ നമ്മൾ S0 S1 എടുത്തതുപോലെ തന്നെ ഇവിടെ S4 എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിലേക്കാണ് i കൊടുക്കുന്നത്. ദെൻ S5 എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിലേക്കാണ് x കൊടുക്കുന്നത്. S6 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്കാണ് y കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഈ ഒരു 0 എന്ന് പറയുന്ന വാല്യൂനെ ഒരു രജിസ്റ്ററിലേക്ക് i എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് നമ്മൾ അസൈൻ ചെയ്യേണ്ടത്. i എന്ന് പറയുന്ന വേരിയബിൾ എന്താണ്? S4. അപ്പൊ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ. ആഡ് i S4. ഇവിടെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് 0 എന്ന് എഴുതാം, കാരണം 0 രജിസ്റ്റർ എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ x0 എന്ന് കാണിക്കാം. S4, x0, 0 എന്ന് എഴുതാം. x0 എന്ന് എഴുതിയാലും സെയിം തന്നെയാണ്, 0 എന്ന് എഴുതിയാലും സെയിം തന്നെയാണ്. ഓക്കെ, 0 രജിസ്റ്റർ x0 രജിസ്റ്ററും ഒന്നാണ്. സോ എങ്ങനെയാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് അതുപോലെ നിങ്ങൾക്കത് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ആഡ് ഐ നമ്മുടെ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ i ആണ്, i S4 ആണ്. ദെൻ സോഴ്സ് രജിസ്റ്റർ x0 എന്ന് പറയുന്ന 0 രജിസ്റ്ററും നമുക്ക് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷനിലുള്ള ഇമ്മീഡിയറ്റ് എന്ന് പറയുന്നത് 0 തന്നെയാണ്. ഓക്കെ, സോ ആഡ് ഐ S4, x0, 0. ദെൻ അടുത്തത് x = 2032. 2032 എന്ന് പറയുമ്പം അത് x ആണ്. x എന്ന് പറയുന്നത് ഉള്ളത് S5ലാണ്. ഓക്കെ, സോ S5 ആണ് ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ. വീണ്ടും x0 2032.
അടുത്തത് സെയിം അതുപോലെ തന്നെയാണ്. -78നെയാണ് നമുക്ക് ഇതിലേക്ക് മാറ്റേണ്ടത്. ഏതിലേക്ക് മാറ്റേണ്ടത്? y-യിലേക്കാണ്. y എന്ന് പറയുന്നത് S6-ലാണുള്ളത്. സോ ആഡ് ആയി S6 0 -78. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലോഡ് അപ്പർ ഇമ്മീഡിയറ്റ് ഇൻസ്ട്രക്ഷൻ LUI. ഓക്കെ, ഇപ്പം ഇത് നമ്മളിപ്പം ഇമ്മീഡിയറ്റിനെ എങ്ങനെയാണ് രജിസ്റ്ററിലേക്ക് ഇനിഷ്യലൈസ് ചെയ്യാന്നുള്ളത് പഠിച്ചു അല്ലെ. അതായത് ചെറിയ ചെറിയ കോൺസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആഡ് ആയി യൂസ് ചെയ്തിട്ട് ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും സോഴ്സ് രജിസ്റ്റർ ആയിട്ട് ഒരു 0 രജിസ്റ്ററും പിന്നെ ഏത് കോൺസ്റ്റന്റിനെ ആണോ നമുക്ക് മാറ്റേണ്ടത് ആ ഒരു വാല്യൂയും കൂടി അതിലേക്ക് കൊടുത്താൽ മതി. പക്ഷേ ഇനി ചെറിയ കോൺസ്റ്റൻസ് മാറി വലിയ കോൺസ്റ്റൻസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ ലോഡ് അപ്പർ ഇമ്മീഡിയറ്റ് എന്ന് പറയുന്ന LUI ഇൻസ്ട്രക്ഷൻ നമുക്ക് യൂസ് ചെയ്യണം. ആ ഒരു LUI ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് വേണം ആഡ് ആയി ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം 32 ബിറ്റ് വാല്യൂ നമ്മൾ പറഞ്ഞു, നമ്മളുടെ ഇതെല്ലാം 32 ബിറ്റ് ആണെന്ന്. സോ നമുക്കൊരു 32 ബിറ്റ് കോൺസ്റ്റന്റ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 32 ബിറ്റിനെ ഒരുമിച്ച് നമുക്ക് ആഡ് ആയി മാത്രം ഉപയോഗിച്ചിട്ട് കോൺസ്റ്റന്റ് ആക്കിയിട്ട് മാറ്റാൻ പറ്റില്ല. സോ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 20 ബിറ്റ്സും 12 ബിറ്റ്സും 20 ബിറ്റ്സ് ആൻഡ് 12 ബിറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ആവും ഈ 32നെ. ഓക്കെ, 32 ഈക്വൽ ടു 20 പ്ലസ് 12. ഓക്കെ, അപ്പൊ ആദ്യത്തെ 20 ബിറ്റിനെ ഈ LUI എന്ന് പറയുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു രജിസ്റ്ററിലേക്ക് മാറ്റും. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ int a ഈക്വൽ ടു 0xabcde123 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. ഇത് 32 ബിറ്റ് വാല്യൂ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ 20 ബിറ്റ്സിനെ ആദ്യത്തെ 20 ബിറ്റ്സ് 0xabcde എന്ന് പറയുന്ന ആദ്യത്തെ 20 ബിറ്റ്സിനെ ഒരു രജിസ്റ്ററിലേക്ക് മാറ്റും. ഓക്കെ, S2 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മാറ്റും. എന്നിട്ട് അതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള 12 ബിറ്റിനെ മാറ്റുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 20 ബിറ്റിനെ LUI യൂസ് ചെയ്തിട്ട് ഒരു രജിസ്റ്ററിലേക്ക് മാറ്റും. അതിനുശേഷം ആഡ് ആയി യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള 12 ബിറ്റിനെ മാറ്റും. ഓക്കെ, സോ LUI S2 0xabcde ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആദ്യത്തെ 12 ബിറ്റിനെ മാറ്റും. ലോഡ് അപ്പർ ഇമ്മീഡിയറ്റ് S2 0xabcde. ഇപ്പൊ S2ന്റെ വാല്യൂ എന്തായി? ഇപ്പൊ നിങ്ങൾ ഇവിടെ ഓർക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ LUI എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന് ആകെ ഒരു രജിസ്റ്ററെ യൂസ് ചെയ്യുന്നുള്ളൂ, ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ മാത്രം. ഓക്കെ, ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്ക് ആദ്യത്തെ 20 ബിറ്റ് കോൺസ്റ്റന്റിനെ ഡയറക്റ്റ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 0 രജിസ്റ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പാണ് ആഡ് ആയി. അപ്പൊ ബാക്കിയുള്ള 12 ബിറ്റിനെ ഈ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് S2ലേക്ക് ABCDE ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ബിറ്റ് ഇവിടെ 0 ആയിട്ട് കാണിക്കും. ആ ബാക്കിയുള്ള ബിറ്റിലേക്ക് നമ്മൾ എന്താ ആഡ് ആയി യൂസ് ചെയ്തിട്ട് ആഡ് ആയി S2 0x023. അപ്പം ഇവിടെ എന്താ വരിക? ഈ S2 എന്ന് പറയുന്ന വാല്യൂ എന്താണ്? നമ്മളിത് ഈ ഒരു വാല്യൂ ആണ് S2 അല്ലെ. ഈ ഒരു വാല്യൂവിന്റെ കൂടെ 0x123യും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 0xabcde123 എന്ന് കിട്ടും. ഈ വാല്യൂവിനെ തിരിച്ച് എവിടേക്ക് തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ആയിട്ടുള്ള S2ലേക്ക്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് ആകെ ഒരു രജിസ്റ്ററേ ഇവിടെ ആവശ്യം വരുന്നുള്ളൂ. ഈ S2 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് നമുക്കൊരു 32 ബിറ്റ് വാല്യൂവിനെ മാറ്റണമെങ്കിൽ ആദ്യം അതിന്റെ 20 ബിറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു, പിന്നെ അതിന്റെ 12 ബിറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആദ്യത്തെ 20 ബിറ്റിനെ നമ്മൾ ആദ്യം S2ലേക്ക് LUI യൂസ് ചെയ്തിട്ട് മാറ്റി. LUI S2, 0xabcde എന്ന് യൂസ് ചെയ്ത് മാറ്റി. അതിനുശേഷം ആ S2ന്റെ കൂടെ ബാക്കിയുള്ള ബിറ്റിനെയും കൂടി നമ്മൾ ഇവിടെ ആഡ് ചെയ്യും. ഓക്കെ, ആ S2ന്റെ കൂടെ ബാക്കിയുള്ള ബിറ്റിനെയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ആ S2ലേക്ക് തന്നെ സ്റ്റോർ ചെയ്യും. അതാണ് ഈ S2, 0x123 എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ വരാട്ടോ. ഇനി ഈ ലാർജർ ഇമ്മീഡിയറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഈ വാല്യൂസ് നമുക്ക് ഈ ആഡ് ആയിൽ യൂസ് ചെയ്യുന്ന വാല്യൂസ് അപ്പർ ഇമ്മീഡിയറ്റ്സിനെ നമ്മൾ മാറ്റും. പക്ഷെ ബാക്കിയുള്ള വാല്യൂ വീണ്ടും വലുതാണെങ്കിൽ നമുക്ക് അതിനെ എന്താ പറയുക നെഗറ്റീവ് വാല്യൂ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് വാല്യൂ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ LUI അപ്പർ ഇമ്മീഡിയറ്റ് എന്ന് പറയുന്ന വാല്യൂ, അതായത് 0xFEDDA എന്ന് ഇതാണല്ലോ അപ്പർ ഇമ്മീഡിയറ്റ്. ആദ്യം അപ്പർ ഇമ്മീഡിയറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 20 ബിറ്റ്സിനെയാണ് നമ്മൾ അപ്പർ ഇമ്മീഡിയറ്റ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള 12 ബിറ്റ്സ് ആണ് നമ്മൾ ആഡ് ആയി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ LUI S2 0xFEDDB എന്ന് A എന്ന് എഴുതുന്നതിന് പകരം ആ ഒരു അപ്പർ ഇമ്മീഡിയറ്റിനെ 1 ഇൻക്രിമെന്റ് ചെയ്യുക.
ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലൂടെ എ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഈ എ ഇവിടെ വന്നപ്പം ബി ആയി. ഓക്കെ, അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്ത സ്റ്റെപ്പിൽ ആഡ് ആയി നമ്മള് ഈ ഒരു 987 എഴുതുന്നതിന് പകരം അതിനെ നെഗറ്റീവ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, S2, മൈനസ് 1657 ഇതൊക്കെ ഈ ഒരു നെഗറ്റീവ് വാല്യൂ ഇവിടെ വന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ അപ്പർ ഇമ്മീഡിയറ്റിന്റെ വാല്യൂ 1 ഇൻക്രിമെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു 987ന്റെ കറസ്പോണ്ടിങ് നെഗറ്റീവ് വാല്യൂ ആണ് -1657 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു FEDDB എന്ന് പറയുന്ന വാല്യൂവിന്റെ കൂടെ -1657 ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇത് തന്നെയാണ്. 0xFEDDA 987 എന്ന് പറയുന്ന വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഇമ്മീഡിയറ്റ് എന്ന് പറയുന്നത് 0xFEDDA 987 ആണ്. അപ്പം ഇതിലെ എന്താ പറയാ, ഈ ഒരു 0xFEDDB എന്ന് പറയുന്നത് നമുക്ക് S2ലേക്ക് കയറും. ആ ബി വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ താഴത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ ഒരു 0x987ന്റെ 12 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്, നെഗറ്റീവ് റെപ്രസെന്റേഷൻ ആണ് -1657 എന്ന് പറയുന്നത്. അങ്ങനെ മൈനസ് വാല്യൂ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ LUI ഇൻസ്ട്രക്ഷനിലെ അപ്പർ ഇമ്മീഡിയറ്റില് ഒരെണ്ണം ഇൻക്രിമെന്റ് ആവും. അപ്പൊ എ എന്നുള്ളത് ഇവിടെ ബി ആയി. ഇപ്പൊ ഇവിടെ ബി ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ബി ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ LUI റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് സി ആവും. ഓക്കെ, അപ്പം അങ്ങനെയാണ്. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ എപ്പോഴും സൈൻ എക്സ്റ്റൻഷൻ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തിട്ട് LUIയിലേക്ക് കൊടുക്കുക, എന്നിട്ട് നോർമലി ആഡയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ കൊടുക്കാം. ഓക്കെ, ഇനി മെമ്മറി. അപ്പം മെമ്മറി ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രജിസ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു വളരെ സ്മോൾ ആണ് അല്ലെ, പക്ഷെ പ്രോസസ്സറിന് ഏറ്റവും അടുത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അത് ഫാസ്റ്റും ആണ്. ഓക്കെ, സോ രജിസ്റ്റർ ഫയൽ സ്മോൾ ആൻഡ് ഫാസ്റ്റ് ആണ്. എന്നാൽ മെമ്മറി എന്ന് പറയുമ്പം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ റാം എന്ന് പറയുമ്പം കുറച്ചും കൂടി എന്താ പറയാ, രജിസ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പം സ്ലോ ആണ്. ഓക്കെ, പക്ഷെ അതിന്റെ സ്പേസ് എന്ന് പറയുന്നത്, കപ്പാസിറ്റി എന്ന് പറയുന്നത് ലാർജർ ആണ്. സോ മെമ്മറി എന്ന് പറയുന്നത് എപ്പോഴും ലാർജർ ആൻഡ് സ്ലോവർ ആയിരിക്കും. രജിസ്റ്റർ ഫയൽ ഇസ് ഓൾവേസ് ഫാസ്റ്റ് ആൻഡ് സ്മോൾ. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ വാല്യൂസിനെയും രജിസ്റ്റേഴ്സിലായിരിക്കും കീപ്പ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം നമ്മൾക്ക് മെമ്മറിയുടെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന, മെമ്മറിക്ക് അകത്തിരിക്കുന്ന ഏതെങ്കിലും വേരിയബിൾസ് നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനെ പ്രോസസ്സർ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ആ ഒരു വാല്യൂവിനെ, മെമ്മറിയിൽ ഇരിക്കുന്ന ആ ഒരു ഡേറ്റാനെ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യും. രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അത് പ്രോസസ്സിംഗ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, എപ്പോഴും മെമ്മറി ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് കുറച്ചൊരു അറേ പോലെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് 32 ബിറ്റ് മെമ്മറി അഡ്രസ് ആണ്, അതുപോലെ തന്നെ 32 ബിറ്റ് ഡേറ്റ വേർഡ്സും RISC-V ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്നുണ്ട്. 32 ബിറ്റ് മെമ്മറി അഡ്രസ്സസ് ആൻഡ് 32 ബിറ്റ് ഡേറ്റ വേർഡ്സ്. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്, RISC-V uses a byte addressable memory. എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. RISC-V uses a byte addressable memory. അത് പറഞ്ഞിട്ടുണ്ട് മുൻപുള്ള ക്ലാസ്സിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. RISC-V uses a byte addressable memory. എന്താണ് byte addressable memory? ഓരോ മെമ്മറിക്കും ഓരോ ബൈറ്റ്, അതായത് ഓരോ മെമ്മറിയും അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ ബൈറ്റ് സ്പേസ് ആയിരിക്കും. ആ ഓരോ ബൈറ്റിനും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു അഡ്രസ്സും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം 32 ബിറ്റ് മെമ്മറി അഡ്രസ് ആണുള്ളത്. അതിന് 32 ബിറ്റ് വേർഡും ഡേറ്റ വേർഡും ഉണ്ടായിരിക്കും. ആ ഓരോ 32 ബിറ്റ് മെമ്മറി അഡ്രസ് എന്ന് പറയുമ്പോൾ അത് ബൈറ്റ് അഡ്രസ്സബിൾ മെമ്മറി ആണ്. ഓരോ ബൈറ്റ് വെച്ചിട്ടായിരിക്കും അത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ഓരോ ബൈറ്റ് എന്ന് പറയുമ്പോൾ ആ ഓരോ ബൈറ്റിനും യുണീക്ക് അഡ്രസ് ഉണ്ടായിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇതിൽ നമുക്ക് 32 ബിറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ബൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 8 ബിറ്റ് ആണ് അല്ലെ. ഒരു ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. സോ ഇതിന്റെ അഡ്രസ് എന്ന് പറയുന്നത് എപ്പോഴും 4 ബൈറ്റിന്റെ ഗ്യാപ്പിലായിരിക്കും വരുന്നുണ്ടാവുക. കാരണം എന്താണ്? 1 ബൈറ്റ് ഇസ് ഈക്വൽ ടു 8 ബിറ്റ് ആണ്. അപ്പോ ബാക്കിയുള്ളത് 32 ബിറ്റ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളത് എത്ര ബൈറ്റ് ആണുള്ളത്? 4 ബൈറ്റ് അല്ലെ. അപ്പൊ ഈ ഒരു 4 ബൈറ്റ് സ്പേസിന്റെ ഗ്യാപ്പിലായിരിക്കും ഓരോ മെമ്മറി അഡ്രസ്സും കിടക്കുന്നുണ്ടാവുക. ഇതാണ് നമ്മൾ ബൈറ്റ് അഡ്രസ്സബിൾ മെമ്മറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈച്ച് ബൈറ്റ് ഇൻ എ മെമ്മറി ഹാസ് യുണീക്ക് അഡ്രസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് 32 ബിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം 32 ബിറ്റ് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് 4 8 ബിറ്റ് ബൈറ്റ്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 4. ഒരു വേർഡ് സീറോ എന്ന് പറയുന്നത് 4 ബൈറ്റിന്റെ ഗ്യാപ്പിലായിരിക്കും അടുത്ത വേർഡ് ഉണ്ടാവുക. അപ്പൊ ആദ്യത്തെ അഡ്രസ് 0 ആണെങ്കിൽ നെക്സ്റ്റ് അഡ്രസ് വിൽ ബി 04 ആൻഡ് നെക്സ്റ്റ് അഡ്രസ് വിൽ ബി 08 അങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഓരോ വേർഡ് 0യിൽ വേർഡ് 1 4ല് അങ്ങനെ ഒരു 4 ബൈറ്റ്സിന്റെ ഗ്യാപ്പിലായിരിക്കും നമ്മൾക്ക് ഈ ഒരു അഡ്രസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ,
പ്രോസസ്സറിന് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ പ്രോസസ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യണം അല്ലെ. അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ, ലോഡ് വേർഡും സ്റ്റോർ വേർഡും നമ്മളുടെ അസംബ്ലിയിൽ ലോഡ് ആൻഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻസ് ഇല്ലേ, അത് തന്നെയാണ് ഇവിടെ ലോഡ് വേർഡ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർ വേർഡ് ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോഡ് വേർഡ് ഡിനോട്ട് ചെയ്യുന്നത് LW എന്നാണ്. ഓക്കെ, അപ്പം LW ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് എവിടെയാണോ മെമ്മറിയിൽ ഒരു വേരിയബിളോ ഡേറ്റയോ ഉണ്ടെങ്കിൽ അതിനെ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുക എന്നാണ് ലോഡ് വേർഡ് യൂസ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് മെമ്മറിയാണ്, ഇവിടെ രജിസ്റ്റർ ആണ്, മെമ്മറിയിൽ നിന്ന് രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോ ഒരു എക്സാമ്പിൾ A = മെമ്മറി ഓഫ് 2. അപ്പം 2 എന്ന് പറയുന്ന വേർഡ്, ഓക്കെ, വേർഡ് 2-നെയാണ് നമുക്ക് A എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആദ്യം നമുക്ക് എന്തറിയണം, ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ ആ ഒരു ഏതൊരു വേരിയബിൾ ഉണ്ടെങ്കിലും അതിന് കറസ്പോണ്ടിങ് ഒരു രജിസ്റ്റർ നമുക്ക് വേണം. ഓക്കെ, സോ ഇപ്പൊ എക്സാമ്പിൾ എടുത്തിട്ടുള്ളത് A എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത് S7 എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിലേക്കാണ്. ഓക്കെ, സോ ഈ Aയിലേക്കാണ് നമ്മൾ വേർഡ് 2-നെ എന്ത് ചെയ്യേണ്ടത്, ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ലോഡ് വേർഡ് 2 എവിടെയാണോ ഇരിക്കുന്നത് അതിന്റെ മെമ്മറിയിൽ നിന്നാണ് നമ്മൾ ഈ Aയിലേക്ക് ലോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുക, ഇൻസ്ട്രക്ഷൻ LW. LW ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ, ഏത് ഡെസ്റ്റിനേഷനിലേക്കാണോ നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യുന്നത് അതാണ് അടുത്തത്. അപ്പം ഏതിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്, Aനെ സ്റ്റോർ ചെയ്യുന്നത് S7-ലേക്കാണ്. ഓക്കെ, സോ LW S7, നമുക്ക് വേർഡ് 2 ആണ് ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ വേർഡ് 2 നോക്കി, ഈ വേർഡ് 2 ഇരിക്കുന്ന മെമ്മറി അഡ്രസ് എന്ന് പറയുന്നത് എവിടെയാണ്, 8 എന്ന് പറയുന്ന അഡ്രസ്സിലാണ് അല്ലെ. സോ നമുക്ക് അവിടെ കൊടുക്കേണ്ടത് 8 ആണ്. 8 ബ്രാക്കറ്റിൽ 0. ഓക്കെ, ഇത് എന്തിനാ ഇങ്ങനെ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 0 + 8 ചെയ്ത് കിട്ടുന്ന വാല്യൂ 0 + 8 ചെയ്ത് കഴിഞ്ഞാൽ 8 തന്നെയല്ലേ. ആ 8 എന്നുള്ള വാല്യൂ, ആ 8 എന്ന് പറയുന്ന അഡ്രസ്സിൽ എന്ത് വാല്യൂ ആണോ ഉള്ളത് അതിനെ S7-ലേക്ക് ലോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ S7-ലുള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി അഡ്രസ് 0 + 8. ഈ 0 + 8 ചെയ്താൽ കിട്ടുന്ന അഡ്രസ്സിൽ എന്താണോ വാല്യൂ ഉള്ളത് ആ വാല്യൂനെ S7-ലേക്ക് ലോഡ് ചെയ്യുന്നു. അപ്പം 0 + 8 ചെയ്യുമ്പോൾ 8 ആണ് വരിക. ഈ 8 എന്ന് പറയുന്ന ആ ഒരു അഡ്രസ്സിനകത്ത് വേർഡ് 2 ആണുള്ളത്. സോ വേർഡ് 2 വിൽ ബി എന്ത് വരും, ലോഡഡ് ടു S7. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് വേണ്ടത് വേർഡ് 1 ആണ് ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം, ഈ 8-ന്റെ പൊസിഷനിൽ 4 കൊടുക്കണം. ഓക്കെ, അപ്പം എവിടെയാണോ നമ്മുടെ അഡ്രസ്, ഏത് അഡ്രസ്സിലാണോ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു വേർഡ് ഉള്ളത് ആ വേർഡിലെ അഡ്രസ് ആണ് നമ്മൾ അതിനകത്ത് കാണിക്കേണ്ടത്. ഓക്കെ, അടുത്തത് ഇപ്പൊ നമ്മൾ ലോഡ് ചെയ്തത് മെമ്മറിയിൽ നിന്ന് രജിസ്റ്ററിലേക്ക്. ഇനി തിരിച്ച് രജിസ്റ്ററിന്റെ ആവശ്യം കഴിഞ്ഞാൽ പ്രോസസ്സറിൽ ഈ ഒരു പ്രോസസ്സിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്ററിന്റെ ഉള്ളിലുള്ള വാല്യൂനെ തിരിച്ചു പോയി മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സ്റ്റോർ വേർഡ് ആണ്. ഓക്കെ, സ്റ്റോർ വേർഡ് ആണ് മെമ്മറിയിലേക്ക് തിരിച്ച് റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റോർ വേർഡ് എന്ന് പറയുമ്പോൾ രജിസ്റ്ററിലുള്ള വാല്യൂവിനെ ഏതെങ്കിലും ഒരു രജിസ്റ്റർ, S1 S2 ആവാം, T1 T2 T3, ഏതെങ്കിലും ഒരു രജിസ്റ്ററിലുള്ള ഒരു വാല്യൂവിനെ തിരിച്ച് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോർ വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഹൈ ലെവൽ കോഡ് എടുക്കുകയാണ് എക്സാമ്പിൾ. ഓക്കെ, മെമ്മറി ഓഫ് 5 = 42. ഇതിന്റെ മീനിങ് എന്താണ്, വേർഡ് 5 അല്ലെ, ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് വേർഡ് ആണ്. വേർഡ് 5 ഏത് ലൊക്കേഷനിലാണോ ഉള്ളത് അവിടെ വേർഡ് 5 എന്ന് പറയുന്നത് ഏത് ലൊക്കേഷനിലാണോ ഉള്ളത് ആ ലൊക്കേഷൻ, ഓക്കെ, ആ ലൊക്കേഷൻ രജിസ്റ്ററിൽ നിന്ന്, അതായത് നമ്മളിപ്പോ ഒരു രജിസ്റ്ററിലാണ് ഈ 42 എന്ന് പറയുന്ന വാല്യൂ ഇരിക്കുന്നത്. ഓക്കെ, 42 എന്ന് പറയുന്ന വാല്യൂനെ ആ വേർഡ് 5 ഇരിക്കുന്ന രജിസ്റ്ററിലേക്ക് ലൊക്കേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ഇത് മീൻ ചെയ്യുന്നത്. 42 എന്ന് പറയുന്ന ഈ ഒരു കോൺസ്റ്റന്റ് വാല്യൂനെ ഈ ഒരു മെമ്മറി ഓഫ് 5, ഓക്കെ, വേർഡ് 5, മെമ്മറി ഓഫ് 5 എന്ന് ഉദ്ദേശിക്കുന്നത് വേർഡ് 5 ഇരിക്കുന്ന മെമ്മറി അഡ്രസ്. വേർഡ് 5 ഇരിക്കുന്ന മെമ്മറി അഡ്രസ് എന്ന് പറയുന്നത് എവിടെയാണ്, ഒരു 20, ലൊക്കേറ്റഡ് അറ്റ് 20-ലാണ് വേർഡ് 5 ഇരിക്കുന്നത്. ഓക്കെ, മുൻപത്തെ ആ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 20 എന്ന് പറയുന്ന അഡ്രസ്സിലായിരിക്കും ഈ ഒരു വേർഡ് 5 ഇരിക്കുന്നത്. ഓക്കെ, അപ്പോ റൈറ്റ്സ് ദ വാല്യൂ 42
ഫ്രം രജിസ്റ്റർ എന്ന് പറയുന്നത് ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ T3 ആണ്. ഓക്കെ, T3 അല്ല, നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു രജിസ്റ്റർ എക്സാമ്പിൾ T3 ആണ്. ഈ T3യിലാണ് ഇവിടെ ഒരു 42 എന്ന് പറയുന്ന വാല്യൂ ഉള്ളത്. ഈ ഒരു 42വിനെ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് വേർഡ് 5 എവിടെയാണോ ഇരിക്കുന്നത് അവിടെ. ഓക്കെ, വേർഡ് 5 എന്ന് പറയുന്നത് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞത് 20യിലാണ്. ഓക്കെ, സോ ആ 20 എന്ന് പറയുന്ന അഡ്രസ്സിലേക്കായിരിക്കും ആ ഒരു 42 എന്ന് പറയുന്ന വാല്യൂനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പം സം രജിസ്റ്റർ T3 രജിസ്റ്റർ എന്ന് പറയുന്നതിന് എക്സാമ്പിൾ ആണ് ഇപ്പൊ T3 ട്ടാ. T3 എന്ന് പറയുന്ന രജിസ്റ്ററിൽ 42 എന്ന് പറയുന്ന വാല്യൂ പ്രോസസ്സർ യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആവശ്യം കഴിഞ്ഞു. അതിനെ ഇനി തിരിച്ച് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ് സ്റ്റോർ ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്? മെമ്മറി ഓഫ് 5. അതായത് ഡേറ്റ വേർഡ് 5 ഇരിക്കുന്ന മെമ്മറി അഡ്രസ് എവിടെയോ അവിടെ. ഓക്കെ, 5 ഇരിക്കുന്ന മെമ്മറി അഡ്രസ് 20. അപ്പൊ ആ 20യിലാണ് ഈ ഒരു 42വിനെ പോയിട്ട് സേവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് 42 എന്ന് പറയുന്നത് ഇരിക്കുന്നത് T3 ആണെന്ന്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 42 ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ. സോ കോൺസ്റ്റന്റിനെ നമ്മൾ എങ്ങനെയാണ് ഒരു രജിസ്റ്ററിലേക്ക് ആഡ് ചെയ്യുന്നത്? യൂസിങ് ആഡ് ഐ. ഓക്കെ, അപ്പൊ ആഡ് ഐ T3, 0, 42. എന്തിനാണ് 0 എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. T3, 0, 42 ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? T3 ഈക്വൽ ടു 0 പ്ലസ് T3 ഈക്വൽ ടു 0 പ്ലസ് 42 അല്ലെ. 0 പ്ലസ് 42 തന്നെയാണ്. അപ്പൊ T3യുടെ വാല്യൂ 42 ആണ് നമുക്ക് തന്നിട്ടുള്ള പോലെ. ഇനി നമ്മൾ ഈ T3 സ്റ്റോർ വേർഡ് T3 എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള വാല്യൂനെ എവിടേക്കാണ് പോണത്? വേർഡ് 5 എവിടെയാണോ ഉള്ളത്? വേർഡ് 5 ഇരിക്കുന്ന അഡ്രസ്സിൽ. സോ സ്റ്റോർ വേർഡ് T3 എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോൾ ഉള്ള സോഴ്സ് രജിസ്റ്റർ ആണ്. ഈ ഒരു സോഴ്സ് രജിസ്റ്ററിനെ നമ്മൾ ഈ ഒരു 5 എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ 20 അല്ലെ. അപ്പൊ 20 പ്ലസ് 0 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 തന്നെ കിട്ടുക. ആ ഒരു 20 എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് T3യിലുള്ള വാല്യൂ ആയിട്ടുള്ള 42വിനെ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇങ്ങനെയാണ് ലോഡ് വേർഡിന്റെയും സ്റ്റോർ വേർഡിന്റെയും ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് വരുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. പ്രോഗ്രാം ഫ്ലോ എന്ന് പറയുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് എല്ലാം മെമ്മറിയിൽ തന്നെ ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. 32 ബിറ്റ് ആണെന്നുള്ളത് പറഞ്ഞു. 4 ബൈറ്റ് ലെങ്തിലാണ് നമ്മൾ അത് സ്റ്റോർ ചെയ്യുന്നത്. സോ ഓരോ അഡ്രസ്സും 4 ബിറ്റ്, നമുക്കൊരു 4 ബൈറ്റ്സിന്റെ ഗ്യാപ്പിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇപ്പം ഒരു ഇൻസ്ട്രക്ഷൻ, ഓരോ ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് 4 ബൈറ്റ്സ് വെച്ചിട്ടായിരിക്കും അതിന്റെ ഇൻക്രിമെന്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇതൊക്കെ നിങ്ങൾ അതിന് എക്സാമ്പിൾ ആയിട്ട് എഴുതുക. ഓക്കെ, ഇപ്പൊ ഇതാണ് അതിന്റെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോ C is equal to A plus B, C equal to A plus B എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഫ്ലോ ആണ് നമ്മളിപ്പോ ഇതിൽ കണ്ടിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് A, B നമ്മൾ 2 രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്തു. ഇത് നോർമൽ അസംബ്ലി ലാംഗ്വേജ് ആണ്. ലോഡ് R2 A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Aനെ R2ലേക്ക് ലോഡ് ചെയ്യുന്നു. ദെൻ ലോഡ് R3 B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Bനെ R3ലേക്ക് ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ആഡ് R4 എന്ന് പറയുന്ന വാല്യൂവിലേക്ക് R2 പ്ലസ് R3 ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ ആക്കുന്നു. ഓക്കെ, ആഡ് R4, R2, R3 എന്ന് പറഞ്ഞാൽ R2, R3 ഇവിടെ സോഴ്സ് രജിസ്റ്റേഴ്സും R4 എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും ആണ്. R2 പ്ലസ് R3 ചെയ്തിട്ട് എന്ത് കിട്ടുന്നു? അത് R4ലേക്ക് ലോഡ് കൊടുക്കുന്നു. ഓക്കെ, സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു R4 എന്ന് പറയുന്ന രജിസ്റ്ററിനെ C എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മൾ RISC-V എഴുതുമ്പോൾ ഇവിടെ നമുക്ക് LW, SW ഒക്കെയാണ് വരിക. അപ്പൊ ഇത് ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, ഇതിന്റെ ഡാറ്റ ഫ്ലോ എങ്ങനെയാണെന്നുള്ളത്. ഇനി ഓരോ ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷനും നമ്മളിപ്പോ ഒരു I എന്ന് പറയുന്ന ഒരു അഡ്രസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന്റെ അടുത്ത അഡ്രസ് എന്ന് പറയുന്നത് I+4 ആയിരിക്കും. അതിനുശേഷം I+8 ആയിരിക്കും. അത് 4 ബൈറ്റ് ആയിരിക്കും കൂടി വരുന്നത്. കാരണം 32 ബിറ്റ് ആണ്. ബൈറ്റ് അഡ്രസബിൾ മെമ്മറി ആണ്. ഓരോ ബൈറ്റ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരെ 4 ബൈറ്റ് അഡ്രസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ സോ 8 4s are 32. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ പ്രോഗ്രാം ഫ്ലോ വരുന്നത്? അത് തന്നെയാണിത്. ഇനി എങ്ങനെയാണ് ഇതിന്റെ പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുള്ളത്. പ്രോസസ്സർ ആദ്യം തന്നെ പ്രോസസ്സറിന് ആവശ്യമായിട്ടുള്ള വാല്യൂ രജിസ്റ്ററിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പ്രോസസ്സിംഗ് ആദ്യം നടക്കുന്ന സമയത്ത് അടുത്തത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ എവിടെയാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന രജിസ്റ്ററിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ പ്രോഗ്രാം കൗണ്ടറിനകത്ത് അടുത്ത എക്സിക്യൂട്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് അതിന്റെ അഡ്രസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അതിനുശേഷം നമുക്ക് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്
പ്രോഗ്രാം കൗണ്ടറിനകത്ത് ഉണ്ടായിരിക്കും. അതിനുശേഷം ഈ പ്രോഗ്രാം കൗണ്ടർ ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും ഓരോരോ പ്രാവശ്യമായിട്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ ഒരു 4 ബൈറ്റ് വെച്ചിട്ട് അഡ്രസ് ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ സീക്വൻസിങ് എന്നാണ്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ സീക്വൻസിങ് ഒന്നുമില്ല, നമ്മൾ ആ പിക്ചറിൽ കണ്ടത് വരയ്ക്കണം, പിക്ചർ വരയ്ക്കുക, എങ്ങനെയാണ് അതിന്റെ എക്സിക്യൂഷൻ നടക്കുന്നത് എന്നുള്ളതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ എപ്പോഴും പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടായിരിക്കും. പ്രോഗ്രാം കൗണ്ടറിലാണ് അടുത്ത ഏത് ഇൻസ്ട്രക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിന്റെ അഡ്രസ് ഉണ്ടായിരിക്കുക. ആ ഒരു അഡ്രസ് എന്ന് പറയുന്നത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം അത് നമുക്ക് പ്രോസസ്സർ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പി സിന്ന് ഇൻസ്ട്രക്ഷൻ എടുത്ത് ഫെച്ച് ചെയ്യും, പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യും 1 at a time ആയിട്ട്. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ സീക്വൻസിങ്. ഓക്കെ, ഒരു സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ഒക്കെ ആണെങ്കിൽ അത് നമുക്കൊരു 2 phase ആയിട്ട് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ ഫേസ് എന്ന് പറയുമ്പോൾ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുക. പ്രോഗ്രാം കൗണ്ടറിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും ഏത് ഇൻസ്ട്രക്ഷൻ ആണ് അടുത്തത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന്. ആ ഇൻസ്ട്രക്ഷനെ മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ഫെച്ച് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് അതിനെ കൊണ്ടുപോയിട്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്തോട്ട് പ്ലേസ് ചെയ്യുക. അതാണ് ആദ്യത്തെ ഫേസ്, ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ്. ഓക്കെ, പ്രോഗ്രാം കൗണ്ടറിൽ നിന്ന് അഡ്രസ് എടുത്തിട്ട് ലൊക്കേഷനിൽ നിന്ന് എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എടുത്ത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കൊടുക്കുക. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുമ്പോൾ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ആൻഡ് എക്സിക്യൂട്ട് ആണ്. ആ ഇൻസ്ട്രക്ഷൻ IR നമ്മൾ വെച്ചല്ലോ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നമ്മൾ വെച്ചു, അതിനെ ഒന്ന് എക്സാമിൻ ചെയ്യും. അതിൽ ഏത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്, പാഡ് ആണോ സബ് ആണോ എന്നുള്ളതൊക്കെ അവിടെയാണ് നമുക്ക് തീരുമാനിക്കുന്നത്. ഏത് ഇൻസ്ട്രക്ഷൻ ആണ് ഫെച്ച് ചെയ്യുന്നത് അതിനെ ആ ഇൻസ്ട്രക്ഷൻ അപ്പോൾ അതിന് IR രജിസ്റ്ററിനകത്ത് നോക്കിയിട്ട് ഏത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിക്കും. എന്നിട്ട് അത് പെർഫോം ചെയ്യുന്നത് പ്രോസസ്സർ തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു ഡീകോഡിംഗ് ആണ്. ഡീകോഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എക്സിക്യൂട്ട് ആണ്. ഇതൊരു സിമ്പിൾ പ്രോസസ്സർ അല്ലെങ്കിൽ സിമ്പിൾ ഇൻസ്ട്രക്ഷൻ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇൻസ്ട്രക്ഷൻ ഫെച്ച്, ഡീകോഡ് ആൻഡ് എക്സിക്യൂട്ട്. അതെല്ലാം നമുക്ക് കുറച്ചും കൂടിയും ഹയറിൽ വരുന്ന സമയത്ത് ഇൻസ്ട്രക്ഷൻ ഫെച്ച്, എക്സിക്യൂട്ട്, ഡീകോഡ്, എക്സിക്യൂട്ട്, അതിനുശേഷം നമുക്കൊരു മെമ്മറി ആക്സസും പിന്നെ റൈറ്റ് ബാക്ക്, ഇങ്ങനത്തെ 5 സ്റ്റേജസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് 3 ഇൻസ്ട്രക്ഷൻ ആണുള്ളത്. add I S1 S2 S3, then LW T2 8 S1, then SW S3 3 T6. ഓക്കെ, അപ്പം ഇതിനകത്ത് ആദ്യത്തെ നമുക്ക് add I ഇൻസ്ട്രക്ഷൻ ആണ്. add I ഇൻസ്ട്രക്ഷനകത്ത് എന്ന് പറയുമ്പോൾ അതിരിക്കുന്ന മെമ്മറി അഡ്രസ് 0x538 ആണ്. അപ്പോൾ അതിനുശേഷം വരുന്നത് LW എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പം നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് അനുസരിച്ചിട്ട് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് അടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ. ആദ്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ആദ്യം പി സിയിൽ ഉണ്ടാവുക, 0x538. ദെൻ അതിനുശേഷം ഈ ഒരു add I ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 4 ആയിരിക്കും ഈ ഒരു ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സിന്റെ കൂടെ 4 bytes ആണ് കൂടുക. അപ്പം 4 bytes കൂടുന്ന സമയത്ത് 53C ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് ദ പ്രോസസർ ഫെച്ചസ് ദ LW ഇൻസ്ട്രക്ഷൻ അറ്റ് ദാറ്റ് അഡ്രസ്. ഈ ഒരു 0x53C വെച്ചിട്ടായിരിക്കും പ്രോസസർ ലോഡ് വേർഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം വീണ്ടും +4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0x540 കിട്ടും. അതിലാണ് അടുത്ത ഇൻസ്ട്രക്ഷൻ ഇരിക്കുന്നത്. ഇതാണ് ഒരു ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷന്റെ പ്രോഗ്രാം ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് കുറച്ചധികം ഉണ്ട്, നമുക്ക് അത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.